മാർക്കറ്റിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വേർഡാണ് ചീപ്പ് എന്നത്. ഇപ്പൊ വാരൻ ബഫറ്റ് ഒരിക്കലും സിമ്പിൾ ലൈൻ പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് ഇസ് വാട്ട് യു പേ ആൻഡ് വാല്യൂ ഇസ് വാട്ട് യു ഗെറ്റ്. അദ്ദേഹത്തിന് തന്നെ നിങ്ങൾ ഒന്ന് കേട്ടു നോക്ക്. Value a stock or a business first and not even know the price, so that I'm not influenced by the price in establishing my valuation, and then look at the price later to see whether it's way out of line with what my value. അപ്പൊ ഇതിന്റെ അർത്ഥം ജസ്റ്റ് ഇപ്പോൾ ഒരു സ്റ്റോക്കിന്റെ വില കുറവോ അല്ലെങ്കിൽ പി റേഷ്യോ കുറവെന്നോർത്ത് ഓട്ടോമാറ്റിക്കലി അതൊരു വാല്യൂ ഓപ്പർച്യൂണിറ്റി ആവില്ല. ഹോവാർഡ് മാർക്സും ഇതുപോലെ തന്നെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. How do you make money as an investor? The people who don't know think the way you do it is by buying good assets, a good building, stock in a good company, or something like that. That is not the secret for success. The secret for success in investing is buying things for less than they're worth. വേറൊരു രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് മാത്രം നോക്കുന്നതുകൊണ്ട് കാര്യമില്ല, ശരിക്കുള്ള കളി പ്രൈസും വാല്യൂയും തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണ്. അതുകൊണ്ട് തന്നെ വാല്യൂ ഇൻവെസ്റ്റിംഗിലെ ഏറ്റവും വലിയ ട്രാപ്പ് ഇതാണ്. ഒരു സ്റ്റോക്ക് നമുക്ക് ചീപ്പായിട്ട് നമുക്ക് ഇവിടെ കാണാം, എന്നാൽ അവരുടെ ഏർണിങ്സ് വൺ ഓഫ് ആവാം, ക്യാഷ് ഫ്ലോ വീക്ക് ആയതുകൊണ്ടാവാം, അവരുടെ ഡെറ്റ് കൂടുതലായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ഗ്രോത്ത് സ്റ്റക്ക് ആയതുകൊണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു കേസിൽ ഇതൊരു ബാർഗൻ അല്ല, ഇതൊരു വാല്യൂ ട്രാപ്പ് ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എക്സാക്ട്ലി ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം സിംഗിൾ ഡിജിറ്റ് പി റേഷ്യോ ഉള്ള കമ്പനീസ് ആണ് ഫിൽട്ടർ ചെയ്തേക്കുന്നത്. അതേസമയത്ത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2500 കോടിയുടെ മേലെയാണ് വെച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു ഫിൽട്ടറിൽ നിന്ന് നമുക്ക് ഏകദേശം 55 കമ്പനികളാണ് കിട്ടിയത്. പക്ഷെ ലോ പി മാത്രം നോക്കിയാൽ മതിയാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്ട്രക്ചറിൽ എപ്പോഴും ലോ വാല്യൂഷൻ മൾട്ടിപ്പിൾസ് കിട്ടുന്ന സെക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ ഡൗൺ സൈക്കിളിലൂടെ പോകുന്ന കമ്പനീസ് ഒഴിവാക്കിയത്. സോ ഇത് നമ്മൾ മുമ്പ് ഹയർ വാല്യൂഷനിൽ ട്രേഡ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പൊ വാല്യൂഷൻ നല്ലപോലെ ഡീ റേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്സ് ആണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ചോദ്യം വരുന്ന ഇതാണ്, ഡീ റേറ്റിംഗ് ജസ്റ്റിഫൈഡ് ആണോ അല്ലയോ എന്നത്. ഓരോ കമ്പനിയുടെ കാര്യത്തിൽ ഹെഡ്ലൈൻ പി മാത്രം നോക്കില്ല, ഏർണിങ്സ് നോർമൽ ആണോ, അത് വൺ ഓഫ് ആണോ, ആ ഏർണിങ്സിന് ക്യാഷ് ഫ്ലോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഡെറ്റ് മാനേജബിൾ ആണോ, ബിസിനസ്സിന് ജെന്യൂൻ ഗ്രോത്ത് ട്രിഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണം. അപ്പൊ അവസാനം ഓരോ സ്റ്റോക്കും ഒരു സിമ്പിൾ വേർഡിക്റ്റ് ഇവിടെ ഉണ്ടാവും, ഇതൊരു വാല്യൂ ഓപ്പർച്യൂണിറ്റി ആണോ അല്ലെങ്കിൽ ഒരു വാല്യൂ ട്രാപ്പ് ആണോ എന്നുള്ളത്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി വരുന്നത് സെൻകോ ഗോൾഡ് ലിമിറ്റഡ് ആണ്. ഇപ്പൊ വാല്യൂഷൻ നോക്കുമ്പോൾ 2025 ഫൈനാൻഷ്യലില് സെൻകോയുടെ പി 44x ആയിരുന്നു, എന്നാൽ 2026 ഫൈനാൻഷ്യലിൽ ഇത് 9.6x നല്ലപോലെ ചുരുങ്ങി. EV/EBITDA 16x നിന്ന് 7.3x ചുരുങ്ങി. സോ സെൻകോ ഇപ്പൊ ഒരു ചീപ്പ് ആണോ അല്ലെങ്കിൽ വാല്യൂ ട്രാപ്പ് ആണോ? നമുക്ക് ബിസിനസ് മോഡൽ ഒന്ന് നോക്കാം. സെൻകോ ഗോൾഡ് ഒരു B2C ജ്വല്ലറി റീറ്റെയിലർ ആണ്. അപ്പൊ കമ്പനി അവരുടെ ഓൺ സ്റ്റോർ, ഫ്രാഞ്ചൈസി സ്റ്റോർ, അതുപോലെ ഡിജിറ്റൽ ചാനൽസ് വഴി ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, പ്ലാറ്റിനം, അതുപോലെ ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി വിൽക്കുന്നുണ്ട്. അപ്പൊ ഇൻഡസ്ട്രി ഓപ്പർച്യൂണിറ്റി വലുതാണ്. അപ്പൊ ഇന്ത്യയുടെ ജ്വല്ലറി മാർക്കറ്റ് 2025 ഫൈനാൻഷ്യലിൽ ഏകദേശം 9 ലക്ഷം കോടിയാണ് എസ്റ്റിമേറ്റ് ചെയ്തത്. അതിൽ 2033 വരെ ഏകദേശം 6% വളരും എന്നാണ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഹെഡ്ലൈൻ നമ്പേഴ്സ് നോക്കാം. സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. 2026 ഫൈനാൻഷ്യലിൽ റവന്യൂ 33% വളർന്ന് ഏകദേശം 8430 കോടി എത്തി. EBITDA 164% വളർന്ന് 969 കോടിയുടെ അടുത്തെത്തി. അതേസമയത്ത് പാറ്റ് 261% ഗ്രോത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെയാണ് ഏറ്റവും വലിയൊരു കാര്യം വരുന്നത്, 2026 ഫൈനാൻഷ്യൽ ഏർണിങ്സ് നോർമൽ അല്ലായിരുന്നു. മാനേജ്മെന്റ് വ്യക്തമായിട്ട് പറഞ്ഞത് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം പ്രൈസ് ഉയർന്ന് ഫേവറബിൾ പ്രൊഡക്റ്റ് മിക്സ്, മാർജിൻ സപ്പോർട്ട് ചെയ്ത പോസിറ്റീവ് ഫാക്ടേഴ്സ് കാരണം കൊണ്ടാണ് മാർജിൻ അൺയൂഷ്വൽ ആയിട്ട് കൂടിയതെന്ന്. 2026 ഫൈനാൻഷ്യലില് EBITDA മാർജിൻ 11.5% ആയിരുന്നു. അതേസമയത്ത് കമ്പനിയുടെ മാർജിൻ ഗൈഡൻസ് 7.2% മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ബേസിക്കലി മേക്കിംഗ് ചാർജസ് ഓർണമെന്റ്സിന്റെ വാല്യൂ ആയിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പൊ ഗോൾഡ് പ്രൈസ് കൂടുമ്പോൾ മേക്കിംഗ് ചാർജിന്റെ റുപ്പി വാല്യൂ ഇവിടെ കൂടും. അതുകൊണ്ട് തന്നെ ടെമ്പററി ആയിട്ട് കമ്പനിയുടെ മാർജിൻ പ്രൊഫൈൽ ഇവിടെ ഇംപ്രൂവ് ആവും. ഗോൾഡിന്റെ വില കൂടിയപ്പോൾ സെൻകോയ്ക്ക് ഇൻവെന്ററി ഗെയിൻസ് ലഭിച്ചു, അതായത് നിലവിലുള്ള ഗോൾഡ് ഇൻവെന്ററിയുടെ വാല്യൂ ഇവിടെ കൂടി. അപ്പൊ അതുകൊണ്ട് തന്നെ മുമ്പ് കുറഞ്ഞു വരുന്ന ട്രെൻഡിലായിരുന്നു ഉണ്ടായിരുന്ന ROയും ROCയും ഒക്കെ ടെമ്പററി ആയിട്ട് നല്ലപോലെ ഇവിടെ കൂടി. ROE ഏകദേശം 25.7%, ROC ഏകദേശം 22.5% വരെ എത്തി. ഇനിയിപ്പം നിങ്ങൾ ഇവിടെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഗോൾഡ് പ്രൈസ് കൂടുന്ന ടൈമിൽ ലിക്വിഡിറ്റി മാനേജ് ചെയ്യാനായിട്ട് മാനേജ്മെന്റ് മെറ്റൽ ലോൺസിൽ നിന്ന് സ്റ്റാൻഡേർഡ് ക്യാഷ് ക്രെഡിറ്റ്, അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിമാൻഡ് ലോൺസിലേക്ക് ഇവിടെ മാറി. അപ്പൊ സെൻകോ ഇവിടെ അവർ ഗോൾഡ് മെറ്റൽ ലോൺസിന്റെ യൂസ് കുറച്ചു, അതുപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റ് ലോൺസിന്റെ ഷെയർ ഇവിടെ കൂട്ടി. ഗോൾഡ് മെറ്റൽ ലോൺസിന്റെ കീഴിൽ ഒരു ജ്വല്ലറി ക്യാഷ് ബോറോ ചെയ്യുന്നതിന് പകരം ഗോൾഡ് ആണ് ഇവിടെ ബോറോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഗോൾഡ് പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് ഹെഡ്ജ് ചെയ്യപ്പെടും ഇവിടെ. പക്ഷേ ക്യാഷ് ക്രെഡിറ്റ് എന്ന് സാധാരണ റുപ്പി ലോൺ ആണ്. അപ്പൊ ഇവിടെ ഗോൾഡ് പ്രൈസ് മൂവ്മെന്റിനെതിരെ ഒരു ഹെഡ്ജ് ഇവിടെ ഇല്ല. കൂടാതെ ഇൻട്രസ്റ്റ് കോസ്റ്റും ഇവിടെ കൂടുതലാണ്. ഗോൾഡ് മെറ്റൽ ലോണിൽ ഏകദേശം 4% ആയിരിക്കുമ്പോൾ ക്യാഷ് ക്രെഡിറ്റിൽ അത് ഏകദേശം 9% വരെ ആകും. അപ്പൊ ഈ ഒരു മാറ്റം കാരണം ബോറോയിങ് കോസ്റ്റ് ഇവിടെ കൂടി. അതുപോലെ ഗോൾഡ് പ്രൈസ് വോളറ്റിലിറ്റിയിലുള്ള റിസ്ക് ഇവിടെ കൂടുതൽ വിസിബിൾ ആണ്. ഇപ്പൊ ഡിസംബർ 2024
ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെന്റ് വഴി 459 കോടി റേസ് ചെയ്തു. പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഗോൾഡ് പ്രൈസ് പെട്ടെന്ന് കൂടി. ഈവൻ സെയിം ഫിസിക്കൽ ഗോൾഡ് ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കമ്പനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് നല്ലപോലെ കൂട്ടേണ്ടതായിട്ട് വന്നു. അപ്പൊ ഇത് കാരണം കമ്പനിക്ക് പുതിയ ക്രെഡിറ്റ് ലൈൻസ് എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ ഇവിടെ ഷോർട്ട് ടേം ബോറോയിങ്സ് കൂടുവാണ്. അതൊരു ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഏകദേശം 1.07x അടുത്താണ്. 2026 ഫൈനാൻഷ്യലും ഫൈനാൻസ് കോസ്റ്റ് ഏകദേശം 204 കോടി എത്തി. അപ്പൊ ഇത് ഈവൻ 2025 ഫൈനാൻഷ്യൽ പാറ്റായ 159 കോടിയേക്കാളും കൂടുതലാണ്. ഇനി രണ്ടാമത്തെ ഇഷ്യൂ വർക്കിംഗ് ക്യാപിറ്റൽ പ്രഷറാണ്. 2026 ഫൈനാൻഷ്യല് സെൻകോ 8430 കോടിയുടെ സെയിൽസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇൻവെന്ററി 5296 കോടിയിലേക്ക് എത്തി. അപ്പൊ ഇതിന്റെ അർത്ഥം ഓൾമോസ്റ്റ് 63% ആനുവൽ സെയിൽസ് ഇൻവെന്ററി ലോക്കായി എന്നാണ്. അതുപോലെ ഇൻവെന്ററി ഗ്രോത്ത് റേറ്റ് സെയിൽസ് ഗ്രോത്ത് റേറ്റിനേക്കാളും കൂടുതലാണ്. അപ്പൊ ഇത് കാരണം ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് 789 കോടിയിൽ നിന്നു. ഇൻവെന്ററി ഡേയ്സ് 286 ദിവസത്തിലേക്ക് കൂടി. അതേസമയത്ത് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 259 ദിവസത്തിലേക്ക് സ്ട്രെച്ച് ആയി. ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കല്യാണും തങ്കമയിലും അവരുടെ ഇൻവെന്ററി ടേൺസ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം വേറൊരു സൈഡില് ഗോൾഡ് പ്രൈസ് കൂടിയ സമയത്ത് കല്യാൺ സ്റ്റോർ ലെവൽ ഇൻവെന്ററി വോളിയം കുറച്ചുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ പ്രഷർ നല്ലപോലെ കൺട്രോൾ ചെയ്തു. എന്നാൽ സെൻകോയുടെ കേസിൽ ഇൻവെന്ററി ബിൽഡപ്പ് വളരെ അധികമായിരുന്നു. ഇനിയിപ്പം വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ മൊത്തം ഉണ്ടായിരുന്ന പ്രഷറാണ്. ക്രിസിൽ പറയുന്നതനുസരിച്ച് ഓർഗനൈസ്ഡ് ജ്വല്ലറി റീറ്റെയിൽസിന് ഷോർട്ട് ടേമിൽ വോളിയം പ്രഷർ ഉണ്ടാകുമെന്നാണ്. പ്രൈം മിനിസ്റ്റർ മോദി ഗോൾഡ് പർച്ചേസ് മാറ്റിവെക്കാൻ നടത്തിയ അപ്പീൽ കാരണം കല്യാണും തങ്കമയിലിനും പോലെയുള്ള കോമ്പറ്റേറ്റേഴ്സ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലിടയിൽ ഡി റേറ്റിംഗ് നേരിട്ടിട്ടുണ്ട്. 2027 ഫൈനാൻഷ്യല് സെൻകോയുടെ മാനേജ്മെന്റ് 10,000 മുതൽ 10,500 കോടിയുടെ റവന്യൂ ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. അതുപോലെ 7.5 മുതൽ 8.5% എബിറ്റ മാർജിൻ, അതുപോലെ 4 മുതൽ 4.5% പാറ്റ് മാർജിനും. അപ്പൊ ഈ ഒരു ഗൈഡൻസ് ബേസ് ചെയ്ത് ഫോർവേഡ് എബിറ്റ ഏകദേശം 750 മുതൽ 800 കോടി ആയിരിക്കാം. അതേസമയത്ത് പാറ്റ് ഏകദേശം 400 മുതൽ 450 കോടിയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 2026 ഫൈനാൻഷ്യൽ പാറ്റിന്റെ 20% താഴെയാണ്. വാല്യുവേഷൻ പെർസ്പെക്റ്റീവില് ഫോർവേഡ് പി ഏകദേശം 12 to 14x ആണ്. അതേസമയത്ത് EV ബൈ എബിറ്റ് ഏകദേശം 9.3 to 10.2x ആണ്. അപ്പൊ ഇത് രണ്ട് നിലവിലെ റിപ്പോർട്ടഡ് മൾട്ടിപ്പിൾസിനേക്കാളും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഇനീഷ്യലി കണ്ടതിനേക്കാളും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ട് കാണും. അപ്പൊ ഇതൊരു പൊട്ടൻഷ്യൽ വാല്യൂ ട്രാപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ അടുത്ത കമ്പനി വരുന്നത് സംഹി ഹോട്ടൽസ് ആണ്. ഇനി ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ സംഹിയുടെ പി ഏകദേശം 9.6x ഡീറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഷാലെ ഹോട്ടൽസ് 27.8x ട്രേഡ് ചെയ്യുന്നത്, ലെമൺ ട്രീ 37.5x ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ ഇൻഡസ്ട്രി മീഡിയൻ ഏകദേശം 31x ആണ്. സംഹിന് വെറും ഒരു ഹോട്ടൽ ഓപ്പറേറ്റർ ആയിട്ട് മാത്രം കാണരുത്, ഇത് ബേസിക്കലി ഒരു ഹോട്ടൽ ഓണറും അസറ്റ് മാനേജറും ആണ്. അപ്പോൾ കമ്പനി ഹോട്ടൽസ് അക്വയർ ചെയ്യുകയും ലീസിന് എടുക്കുകയും ചെയ്യും. അതിനുശേഷം റിനോവേറ്റ് ചെയ്ത് റീബ്രാൻഡ് ചെയ്യും. പിന്നെ മാരിയറ്റ്, IHG, അതുപോലെ ഹയാത്ത് പോലെയുള്ള ഗ്ലോബൽ ഹോട്ടൽ ബ്രാൻഡ്സുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്ത് റൂം സ്റ്റേ, ഫുഡ് ആൻഡ് ബിവറേജ്, മീറ്റിംഗ്സ് ആൻഡ് ഇവന്റ്സ്, അതുപോലെ ബാക്കിയുള്ള ഹോട്ടൽ സർവീസിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യും. ഫൈനാൻഷ്യൽസ് സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനി 49% സെയിൽസ് ഗ്രോത്ത് നൽകിയിട്ടുണ്ട്, 23% പ്രോഫിറ്റ് ഗ്രോത്ത്, അതിൽ അവരുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഈ അടുത്ത് ഓൾമോസ്റ്റ് 35% വരെ എത്തിയിട്ടുണ്ട്. എന്നാൽ റിപ്പോർട്ടഡ് പ്രോഫിറ്റിൽ ഒരു കാര്യമുണ്ട്. 2026 ഫൈനാൻഷ്യലിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 267 കോടിയാണ്. അതേസമയത്ത് നെറ്റ് പ്രോഫിറ്റ് ടാക്സ് റിബേറ്റ് കാരണം 567 കോടിയിലേക്ക് കൂടി. ഇതിന്റെ കാരണം സംഹിക്ക് ഏകദേശം 2500 കോടിയുടെ അക്യുമുലേറ്റഡ് ലോസസും അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ഉള്ളതാണ്. ഇത് കമ്പനിക്ക് ഒരു ടാക്സ് ഷീൽഡ് ക്രിയേറ്റ് ചെയ്യും. മാനേജ്മെന്റ് പ്രകാരം അടുത്ത 3-5 വർഷത്തേക്ക് കമ്പനിക്ക് വലിയ ക്യാഷ് ടാക്സസ് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ലോ പി മിസ്ലീഡിംഗ് ആണ്. കാരണം ടാക്സ് ബെനിഫിറ്റ് കാരണം പാറ്റ് ആർട്ടിഫിഷ്യലി കൂടുതലായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പൊ PBT ബേസിൽ വാല്യൂഷൻ നോക്കുമ്പോൾ അത് ഏകദേശം 15x വരും. അപ്പൊ ഇത് കോമ്പറ്റേറ്റേഴ്സിനേക്കാളും കുറവാണ്. പക്ഷെ ഇവിടെ ഹെഡ്ലൈൻ പി സൂചിപ്പിക്കുന്ന അത്ര ചീപ്പ് അല്ല. ഓപ്പറേഷണൽ പെർഫോമൻസ് നോക്കിയാലും പിക്ചർ ഇവിടെ മിക്സ്ഡ് ആണ്. ROC ഇപ്പോഴും ഏകദേശം 9% തന്നെ നിൽക്കുവാണ്. അതേസമയത്ത് ഷാലയ്ക്ക് അത് 17% വരെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ലെമൺ ട്രീയുടെ ROC ഏകദേശം 14% ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 2x നിന്ന് 0.85x കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ പ്രധാന കാരണം കമ്പനിയുടെ റിസർവ്സ് വളരെയധികം വർദ്ധിച്ചതും GIC നടത്തിയ 750 കോടിയുടെ ക്യാപിറ്റൽ ഇൻഫ്യൂഷനുമാണ്. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് കവറേജ് 2.56x ഇംപ്രൂവ് ആയി. എന്നാൽ ഡെറ്റ് റിസ്ക് കംപ്ലീറ്റ്ലി നമ്മളിവിടെ പോയിട്ടില്ല ഇതുവരെ. ഇനിയിപ്പം വേറൊരു നെഗറ്റീവ് ഫാക്ടർ FI സെല്ലിങ്സ് ആണ്. അപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഏകദേശം 25% കുറച്ചു. ഇനി ബാക്കിയുള്ള ഓപ്പറേറ്റിംഗ് മെട്രിക്സ് നോക്കുമ്പോഴും പിക്ചർ അത്ര എക്സൈറ്റിംഗ് ഒന്നല്ല. റവന്യൂ പെർ അവൈലബിൾ റൂം 6041 രൂപയാണ്. ഇയർ ഓവർ ഇയർ 4.1% മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഒക്യുപ്പൻസിയും വലിയ മാറ്റം ഇല്ലാതെ തന്നെ 75% തന്നെ നിന്നു. മുമ്പ് ഇത് 76% ആയിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഓപ്പറേറ്റിംഗ് മെട്രിക്സ് നോക്കുമ്പോൾ പിക്ചർ അത്ര ഇംപ്രസീവ് അല്ല. മാനേജ്മെന്റ് ലോങ് ടേം ടാർഗറ്റ് 2030 അല്ലെങ്കിൽ 2031 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും റവന്യൂ 3000 കോടിയിലധികം എത്തും എന്നതാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ഏകദേശം 24% CAGR ഗ്രോത്ത് നേടണം എന്നാണ്.
നിയർ ടേമിൽ മാനേജ്മെന്റ് ടാർഗറ്റ് ചെയ്യുന്ന ഏകദേശം 38% എബിറ്റ മാർജിൻ ആണ്. അപ്പൊ ഇത് പ്രകാരം 2027 ഫൈനാൻഷ്യലിൽ എബിറ്റ ഏകദേശം 590 കോടിയാകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു എസ്റ്റിമേറ്റ്സ് പ്രകാരം നമ്മൾ നോക്കിയാൽ ഫോർവേഡ് EV / എബിറ്റ ഏകദേശം 8.5x വരെ കുറയും. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ഇത് 2026 ഫൈനാൻഷ്യലിൽ ഏകദേശം 11.5x ആണ്. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, വാല്യൂഷൻ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഓപ്പറേറ്റിംഗ് മെട്രിക്സിൽ വലിയ ഇംപ്രൂവ്മെന്റ് ഇല്ല. കമ്പനിക്ക് ഹൈ ഡെറ്റിന്റെ ഹിസ്റ്ററി ഉണ്ട്, അതിനൊപ്പം ടാക്സ് ഷീൽഡ് കാരണം പാറ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ബൂസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹെഡ്ലൈൻ പി കണ്ടിട്ട് സംഖ്യ വളരെ ചീപ്പായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ നെസസറി അഡ്ജസ്റ്റ്മെന്റിന് ശേഷം ഇതൊരു ക്ലിയർ ബാർഗൻ ആണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. വാല്യൂഷൻ കുറവ് തന്നെയാണ്, പക്ഷേ ടാക്സ് ഷീൽഡ് കാരണം പ്രോഫിറ്റ് ബൂസ്റ്റ് ആയത് നമ്മളിവിടെ കണക്കാക്കുമ്പോൾ മാർക്കറ്റ് കൊടുത്ത ഡിസ്കൗണ്ട് ഒരു പരിധി വരെ നമുക്കിവിടെ ജസ്റ്റിഫൈ ചെയ്യാം. ഇനി നമ്മുടെ അടുത്ത കമ്പനി വരുന്നത് റാംകോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. സ്റ്റോക്കിന്റെ പി ഇപ്പൊ ഏകദേശം 8.7x ആണ്. 2024 അവസാനത്തോടെ ഏകദേശം 23x പിയിലാണ് ട്രേഡ് ചെയ്തിരുന്നത്. സോ സ്റ്റോക്ക് ക്ലിയർലി ഒരു ഷാർപ്പ് ഡി റേറ്റിംഗിലൂടെ പോയിട്ടുണ്ട്. റാംകോ ഇൻഡസ്ട്രീസിന്റെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് മാനുഫാക്ചറിംഗ് ആണ്. പ്രൈമറി ഫൈബർ സിമെന്റ് ഷീറ്റ്സ്, അതുപോലെ ഫൈബർ സിമെന്റ് ബോർഡ്സ്. അപ്പൊ ഇത് റൂഫിംഗിൽ, പാർട്ടീഷൻസിൽ, വാൾസ്, സീലിംഗ്സ്, അതുപോലെ ഡ്രൈ കൺസ്ട്രക്ഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത് കൂടാതെ കമ്പനിക്ക് കോട്ടൺ യാൺ ബിസിനസ്, അതുപോലെ വിൻഡ് പവർ ജനറേഷൻ സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ഒന്നിച്ച് ടോട്ടൽ റവന്യൂലേക്ക് 15% മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ആദ്യത്തെ ഇഷ്യൂ ഇൻഡസ്ട്രി സൈസ് ആണ്. റാംകോയ്ക്ക് ഏറ്റവും വലിയ റിലവന്റ് ആയ മാർക്കറ്റ് അസ്ബസ്റ്റോസ് ബേസ്ഡ് ഫൈബർ സിമെന്റ് റൂഫിംഗ് ഷീറ്റ്സ് ആണ്. ICRAയുടെ എസ്റ്റിമേറ്റ്സ് പ്രകാരം ഈ മാർക്കറ്റിന്റെ മൂല്യം ഏകദേശം 5200 കോടിയാണ്. കമ്പനിയുടെ FY26 റവന്യൂ തന്നെ ഏകദേശം 1800 കോടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്രസബിൾ മാർക്കറ്റ് വളരെ വലുതാണെന്ന് ഇവിടെ തോന്നുന്നില്ല. ഓപ്പറേഷണൽ പെർഫോമൻസ് നോക്കിയാലും ഗ്രോത്ത് മോഡറേറ്റ് ആയിരുന്നു. ഇപ്പൊ 2026 ഫൈനാൻഷ്യലിൽ റവന്യൂ 1792 കോടിയായിരുന്നു. അതായത് ഇയർ ഓൺ ഇയർ ഏകദേശം 7.1% ഗ്രോത്ത്. Q4 FY26 റവന്യൂ ഗ്രോത്ത് സ്ട്രോങ് ആയിരുന്നു. ഇയർ ഓവർ ഇയർ 18.7% ആണ്. പക്ഷേ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ കഴിഞ്ഞ 10 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് 8% CAGR-ലും പ്രോഫിറ്റ് വെറും 5% CAGR ആണ് ഇവിടെ നൽകിയേക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ടഡ് പ്രോഫിറ്റ്സിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. FY26 കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് 306 കോടിയായിരുന്നു. എന്നാൽ അതിൽ 171 കോടി അസോസിയേറ്റഡ് കമ്പനീസിൽ നിന്നുള്ള പ്രോഫിറ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു അസോസിയേറ്റഡ് പ്രോഫിറ്റ് ഒഴിവാക്കിയ ആക്ച്വൽ ഓപ്പറേറ്റിംഗ് ബിസിനസ്സിൽ നിന്നുള്ള നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 135 കോടി മാത്രമാണ്. അപ്പോൾ ഈ ഒരു ബേസിസിൽ നോക്കിയാൽ നെറ്റ് മാർജിൻ വെറും 7.5%. ഹിസ്റ്റോറിക്കൽ നോക്കിയാലും കമ്പനി നെറ്റ് മാർജിൻ ഈ റേഞ്ചിൽ തന്നെയാണ്. അപ്പൊ ഈ ഒരു സെയിം ബാൻഡിനുള്ളിൽ തന്നെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഏകദേശം 20x P ആണ്. അപ്പൊ ഇത് ഹെഡ്ലൈൻ P-നേക്കാളും കൂടുതൽ എക്സ്പെൻസീവ് ആണ്. ഇപ്പൊ റിട്ടേൺസും വീക്ക് ആയിരുന്നു. 2021 മുതൽ 2026 ഫൈനാൻഷ്യൽ വരെ ROCയും ഇവിടെ കൂടുതലാണ്. 3 മുതൽ 5% റേഞ്ചിൽ ഇവിടെ നിന്നിട്ടുണ്ട്. അതുപോലെ ഈവൻ 2026 ഫൈനാൻഷ്യലിൽ 5% മാത്രമാണ്. ഇനിയാണ് ഗവർണൻസ്, അതുപോലെ ക്യാപിറ്റൽ അലോക്കേഷൻ കൺസേൺസ് വരുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് കമ്പനീസിൽ റാംകോ ഇൻഡസ്ട്രീസിൽ വലിയ ക്രോസ് ഹോൾഡിംഗ്സ് ഉണ്ട്. ഇപ്പോൾ റാംകോ സിംസിൽ ഏകദേശം 23% സ്റ്റേക്കും, അതുപോലെ റാംകോ സിസ്റ്റത്തിൽ 19%. ഇപ്പോൾ ക്രിസിൽ പ്രകാരം ലിസ്റ്റഡ് ഗ്രൂപ്പ് കമ്പനി ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഏകദേശം 5000 കോടിയാണ്. അപ്പോൾ ഇതുവരുടെ മാർക്കറ്റ് ക്യാപ്പിന്റെ 2 ഇരട്ടിയാണ്. അപ്പോൾ കമ്പനിയുടെ പെർഫോമൻസ് കൂടുതലും അവരുടെ മെയിൻ ബിസിനസിനെ ആശ്രയിച്ച് മാത്രമല്ല, അവരുടെ സബ്സിഡറീസ്, അതുപോലെ അസോസിയേറ്റഡ് കമ്പനീസിന്റെ പെർഫോമൻസ് ആശ്രയിച്ചു കൂടിയാണ്. റാംകോ ഇൻഡസ്ട്രീസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന കമ്പനീസ് നല്ലപോലെ പെർഫോം ചെയ്താൽ അതിന്റെ ഇമ്പാക്ട് റാംകോ ഇൻഡസ്ട്രീസിന്റെ റിപ്പോർട്ടഡ് പ്രോഫിറ്റ്സിലും വാല്യൂഷനിലും റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ റാംകോ ഇൻഡസ്ട്രീസ് അനലൈസ് ചെയ്യുമ്പോൾ സ്റ്റാൻഡ് അലോൺ ബിസിനസ് മാത്രമല്ല, കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ പെർഫോമൻസും ക്ലോസ് ആയിട്ട് ട്രാക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുത്തെ കൺസേൺ എന്താന്ന് വെച്ചാൽ 2025 ഫൈനാൻഷ്യലിൽ കമ്പനി 100 കോടി മൂല്യമുള്ള റാംകോ സിമെന്റ് ഷെയർ വാങ്ങാൻ ഡെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേറൊരു രീതി പറഞ്ഞാൽ ബോറോഡ് മണി മെയിൻ ബിസിനസ് ഗ്രോത്തിന് പകരം സിസ്റ്റർ കമ്പനി ഷെയറിലേക്കാണ് പോകുന്നത്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനും കൂടുതലാണ്. 2025 ഫൈനാൻഷ്യലിൽ കമ്പനി സിസ്റ്റർ കമ്പനിയിൽ നിന്ന് 141 കോടിയിലധികം പർച്ചേസ് ചെയ്തു. അതുപോലെ തന്നെ 83 കോടിയിലധികം സെയിൽസും സിസ്റ്റർ കമ്പനിയോട് ഇവിടെ നടത്തി. അതുപോലെ അസ്ബസ്റ്റോസ്, അതായത് കമ്പനിയുടെ മെയിൻ റോ മെറ്റീരിയൽ സോഴ്സിംഗ് റിസ്ക്കും ക്യാരി ചെയ്യുന്നുണ്ട്. കമ്പനി അസ്ബസ്റ്റോസ് റഷ്യയിൽ നിന്നും കസാക്കിസ്ഥാനിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. കാരണം വേറെ പല രാജ്യങ്ങളും അത് ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോജിസ്റ്റിക് കോസ്റ്റ്, റുപ്പി ഡിപ്രീസിയേഷൻ, റഷ്യ ഉക്രൈൻ വാർ ഇതുപോലെയുള്ള ഫാക്ടേഴ്സ് എല്ലാം ലാൻഡഡ് കോസ്റ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് കമ്പനി എയർക്രാഫ്റ്റ് ചാർട്ടർ സർവീസിന് ചെലവാക്കുന്നുണ്ട്. 2025 ഫൈനാൻഷ്യലിൽ ഏകദേശം 3.82 കോടി. ഇപ്പം മാനേജ്മെന്റ് ഗൈഡൻസും അവൈലബിൾ അല്ല. പക്ഷേ ഫ്യൂച്ചർ ഗ്രോത്തിന് മെയിൻ സിഗ്നൽ വരുന്ന മക്ഷി മധ്യപ്രദേശിൽ വരുന്ന ഫൈബർ സിമെന്റ് ബോർഡ് പ്ലാന്റിൽ നിന്നാണ്. ഏകദേശം 58,000 MT കപ്പാസിറ്റിയുള്ള പ്രൊജക്ടിന്റെ കോസ്റ്റ് ഏകദേശം 180 കോടിയാണ്. അപ്പൊ ഇത് 2026 ഫൈനാൻഷ്യൽ റവന്യൂന്റെ ഏകദേശം 10% മാത്രമാണ്. അതുകൊണ്ട് ഹെഡ്ലൈൻ വാല്യൂഷൻ നോക്കിയാൽ റാംകോ ഇൻഡസ്ട്രീസ് ചീപ്പാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ സ്മോൾ ടാം, വീക്ക് ROCE, അസോസിയേറ്റഡ് കമ്പനീസിനുള്ള പ്രോഫിറ്റ് ഡിപ്പെൻഡൻസ്, ക്രോസ് ഹോൾഡിംഗ്, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ കൺസേൺസ് എല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ പിക്ചർ അത്ര അട്രാക്റ്റീവ് ആയിട്ട് നമുക്കിവിടെ തോന്നുന്നില്ല.
സത്യത്തിൽ മാർക്കറ്റ് ഈ റിസ്കിൽ ചിലത് ഓൾറെഡി പ്രൈസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മെയിൻ ബിസിനസ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസിനെ കുറിച്ച് സ്ട്രോങ് കൺവിഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊരു ചീപ്പ് വാല്യൂഷൻ സ്റ്റോറി അല്ല, മറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് എല്ലാ റിസ്ക്കും മനസ്സിലാക്കിയ ശേഷം മാത്രം അപ്രോച്ച് ചെയ്യേണ്ട ഒരു കമ്പനിയാണ്. ഇനി നമ്മുടെ അടുത്ത കമ്പനി വരുന്നത് സാറ്റിൻ ക്രെഡിറ്റ് കെയർ നെറ്റ്വർക്ക് ലിമിറ്റഡ് ആണ്. അപ്പോൾ വാല്യൂഷൻ നമ്മൾ നോക്കുമ്പോൾ സാറ്റിൻ ഒപ്റ്റിക്കലി ചീപ്പായിട്ട് നമുക്ക് തോന്നും. കമ്പനി ഇപ്പോൾ ഏകദേശം 7.8x പിയിലും അതുപോലെ 0.9x PB-യിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ കോമ്പറ്റേറ്റേഴ്സ് വളരെ വാല്യുവേഷനിലാണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കമ്പാരിസൺ ആയിട്ട് ഇപ്പോൾ ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ഏകദേശം 28x പിയിലും 2.x PB-യിലുമാണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. ROE ഏകദേശം 10% അടുത്താണ്. മുത്തൂറ്റ് മൈക്രോഫിന് ഏകദേശം 20x പിയിലും അതുപോലെ 1.2x PB-യിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം 6.2% ROE-യോടെ. ഇപ്പോൾ സാറ്റിന്റെ ROE ഏകദേശം 21.6%. റീസെന്റ് ROE-യും 4.71%ലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ മുത്തൂറ്റ് മൈക്രോഫിൻ നിലവിൽ ഇപ്പോൾ ഏകദേശം 2% ROE ആണുള്ളത്. 2030 ആകുമ്പോഴേക്കും 5% നേടാനാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ സാറ്റിൻ ക്രെഡിറ്റ് കെയർ പ്രൈമറി മൈക്രോ ഫൈനാൻസ് ലീഡറാണ്. കമ്പനി ബാങ്ക്സിൽ നിന്നും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഡെറ്റ് മാർക്കറ്റിൽ നിന്നും ഫണ്ട് ബോറോ ചെയ്തിട്ട് അത് അണ്ടർസർവ്ഡ് കസ്റ്റമേഴ്സിലേക്ക് സ്മോൾ ടിക്കറ്റ് ലോൺസ് ആയിട്ട് ലെൻഡ് ചെയ്യും. ഇപ്പൊ മെയിൻ ബിസിനസ് കൊളാറ്ററൽ ഫ്രീ മൈക്രോ ഫൈനാൻസ് ലോൺസ് ആണ്. പ്രത്യേകിച്ച് ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് അല്ലെങ്കിൽ JLG മോഡൽ വഴി എക്കോണമിക്കലി ആക്റ്റീവായ സ്ത്രീകളെ ലക്ഷ്യം വെച്ചാണ് കമ്പനി ഇവിടെ ലെൻഡിങ് നടത്തുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രി സൈസും മീനിങ് ആണ്. ഇപ്പൊ മാർച്ച് 2026 മൈക്രോ ഫൈനാൻസ് ഇൻഡസ്ട്രി പോർട്ട്ഫോളിയോ ഏകദേശം 3.25 ലക്ഷം കോടി എത്തി. ഇപ്പൊ സാറ്റിന്റെ AUM ഏകദേശം 15,174 കോടിയാണ്. അപ്പോൾ ഇത് മാർക്കറ്റ് ഷെയറിന്റെ ഏകദേശം 5%. ഇപ്പോൾ Q4 FY26 സാറ്റിന് 13.2% കൺസോളിഡേറ്റഡ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാനേജ്മെന്റ് പ്രകാരം സ്റ്റാൻഡ് അലോൺ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ലോങ് ടേമിൽ 13.5 മുതൽ 14% റേഞ്ചിൽ സ്റ്റേബിൾ ആയിട്ട് നിന്നു. കമ്പയർ ചെയ്യുവാണെങ്കിൽ മുത്തൂറ്റ് മൈക്രോഫിനിന്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഏകദേശം 12%. സോ ഇത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് സാറ്റ് ഒരു സ്ട്രോങ് മാർജിൻ പ്രൊഫൈൽ ആണെന്നാണ്. അതുകൊണ്ടാണ് വാല്യൂഷൻ കുറവായിട്ടും സാറ്റിന്റെ റിട്ടേൺ ഓൺ അസറ്റ് അതായത് ROE ബെറ്റർ ആയിട്ട് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഫസ്റ്റ് ലുക്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാം. പക്ഷേ മൈക്രോ ഫൈനാൻസ് സെക്ടർ 2024 ഫൈനാൻഷ്യൽ മുതൽ 2026 ഫൈനാൻഷ്യൽ വരെ ഒരു സ്ട്രെസ് ഫേസിലൂടെ കടന്നുപോയത്. കോവിഡിന് ശേഷം അഗ്രസീവ് ലെൻഡിംഗ് നടത്തിയതോടെ ബോറോവേഴ്സ് ഓവർ ലിവറേജ്ഡ് ആയി. അതിന്റെ റിസൾട്ട് ആയിട്ട് കളക്ഷൻ വീക്ക് ആക്കുകയും ലോൺ ഡിഫോൾട്ട്സ് അല്ലെങ്കിൽ ഡെലിക്വൻസീസ് കൂടുകയും ഇവിടെ ചെയ്തു. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് മൈക്രോ ഫൈനാൻസ് സെക്ടറിന്റെ പോർട്ട്ഫോളിയോ ഔട്ട്സ്റ്റാൻഡിംഗ് മാർച്ച് 2025 മുതൽ മാർച്ച് 2026 വരെ ഇയർ ഓൺ ഇയർ ബേസിസിൽ 17% കുറഞ്ഞു. എന്നാൽ ഒരു പോസിറ്റീവ് സൈൻ എന്ന് പറയുന്നത് 2026 ഫൈനാൻഷ്യലിലെ മാർച്ച് ക്വാർട്ടറിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ ഏകദേശം 3% റിക്കവറി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിഞ്ഞു. ഇപ്പൊ ഇൻഡസ്ട്രി വൈഡ് 30+ ഡേ പാസ് ഡ്യൂ അതായത് 30 ദിവസമോ അതിൽ കൂടുതൽ ഓവർ ഡ്യൂ ആയിട്ടുള്ള ലോണിന്റെ റേഷ്യോ 6.64% 2.34%ലേക്ക് ഇംപ്രൂവ് ചെയ്തു. അപ്പൊ ഈ ഒരു ഇംപ്രൂവ്മെന്റ് ഒരു പ്രധാന കാരണം ലോൺ റൈറ്റ് ഓഫ്സ് ആയിരുന്നു. അപ്പൊ ഈ ഒരു സൈക്കിൾ സാറ്റിനെ ബാധിച്ചു. 2025 ഫൈനാൻഷ്യലിൽ കമ്പനി പ്രോഫിറ്റ് കുറഞ്ഞു. ക്രെഡിറ്റ് കോസ്റ്റ് 4.6%ലേക്ക് കൂടി. GNPയും 3.7%ലേക്ക് കൂടി. എന്നാൽ 2026 ഫൈനാൻഷ്യൽ റിക്കവറിയുടെ ക്ലിയർ സൈൻസ് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. കൺസോളിഡേറ്റഡ് പാറ്റ് ഇയർ ഓൺ ഇയർ ബേസിസിൽ 79% വളർന്ന് 332 കോടിയിലേക്ക് എത്തി. AUM 15,174 കോടി കടന്നു. ഇയർ ഓവർ ഇയർ 19% വളർന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2026 ഫൈനാൻഷ്യൽ കണ്ട സ്ട്രോങ് ഗ്രോത്ത് പൂർണ്ണമായിട്ട് ബിസിനസ് ഓപ്പറേഷൻ ഇംപ്രൂവ് ആയതുകൊണ്ടാണ്. അതിന്റെ ഒരു ഭാഗം ഫോറിൻ കറൻസി ബോറോയിങ്സിലുണ്ടായ മാർക്കറ്റ് ടു മാർക്കറ്റ് ഗെയിൻസ് കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ഏർണിംഗ്സ് ഗ്രോത്തിനെ പൂർണ്ണമായിട്ട് സസ്റ്റൈനബിൾ ഓപ്പറേറ്റിംഗ് ഇംപ്രൂവ്മെന്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. പോസിറ്റീവ് സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് കോസ്റ്റ് കുറഞ്ഞത് കമ്പനിയുടെ ഓപ്പറേഷണൽ ഡിസിപ്ലിൻ ഇംപ്രൂവ് ആയതിന്റെ ഒരു സൈൻ ആണ്. സാറ്റിൻ സ്ട്രിക്റ്റ് അണ്ടർ റൈറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തുകൊണ്ട് ലോൺ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. മാനേജ്മെന്റ് എക്സ്പെക്ടേഷൻ പ്രകാരം ഹൗസിംഗ് ഫൈനാൻസ് സബ്സിഡറിയും MSME സബ്സിഡറിയും ഡ്രൈവ് ആണ് ഈ ഒരു ഗ്രോത്തിന്റെ മെയിൻ ഡ്രൈവേഴ്സ്. അപ്പൊ ഇത് ബേസ് ചെയ്ത് ബാക്കിയുള്ള മെട്രിക്സ് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിന്നാൽ 2027 ഫൈനാൻഷ്യൽ പാറ്റ് ഏകദേശം 415 മുതൽ 430 കോടി വരെ എത്താം. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് 5.9 to 6.2x ഫോർവേഡ് P ആണ്. ഫോർവേഡ് PB ഏകദേശം 0.77 to 0.78x വരെ താഴേക്ക് വരാം. അപ്പൊ അതുകൊണ്ട് സാറ്റിന് ഒരു ചലഞ്ചിങ് മൈക്രോ ഫൈനാൻസ് സൈക്കിളിന് ശേഷം റിക്കവറി സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കമ്പനിയായിട്ട് നമ്മളിവിടെ കാണണം. അപ്പൊ റിസ്ക് ഇപ്പോഴും ഉണ്ട്. കാരണം മൈക്രോ ഫൈനാൻസ് ബിസിനസ്സിൽ അസറ്റ് ക്വാളിറ്റി വളരെ വേഗത്തിൽ മോശമാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ് ആവുന്ന കുറഞ്ഞു വരുന്ന ക്രെഡിറ്റ് കോസ്റ്റ്, സബ്സിഡറീസ് ഡ്രൈവ് ചെയ്യുന്ന ഗ്രോത്ത്, കൂടാതെ അട്രാക്റ്റീവ് ഫോർവേഡ് വാല്യുവേഷൻ, ഈ ഒരു ഫാക്ടേഴ്സ് എല്ലാം കൊണ്ടും തന്നെ നമുക്ക് റിസർച്ച് ചെയ്ത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു കമ്പനി. ഇനി നമ്മുടെ ലാസ്റ്റ് കമ്പനി വരുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. ഇപ്പൊ വാല്യുവേഷൻ നോക്കുമ്പോൾ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കമ്പനി റിലേറ്റീവ്ലി ചീപ്പറാണ്. ഇപ്പൊ SBI അതുപോലെ ഇന്ത്യൻ ബാങ്ക് ഏകദേശം 10 to 11x P-ന്റെ അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ 1.4 to 1.6x PB-ന്റെ അടുത്തും. അതേസമയത്ത് ബാങ്ക് ഓഫ് ബറോഡ ജസ്റ്റ് 7.2x P-ന്റെ അടുത്തും അതുപോലെ 0.87x PB-യുടെ അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് അറിയുന്ന പോലെ ബാങ്ക് ഓഫ് ബറോഡ ഒരു ഫുൾ സർവീസ് PSU ബാങ്ക് ആണ്.
നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസ്, ബിസിനസ്, അതും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിൽ നിന്ന് ബാങ്ക് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യും. എന്നിട്ട് ആ ഒരു പണം ലോൺ കൊടുക്കുകയും ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യും, പേയ്മെന്റ് സർവീസും മറ്റ് ബാങ്കിങ് സർവീസും നൽകാനായിട്ട് അവർ യൂസ് ചെയ്യും. ഇന്ത്യയിൽ ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ടോട്ടൽ ഡെപ്പോസിറ്റ് മാർച്ച് 2026 വരെ ഏകദേശം 262.3 ലക്ഷം കോടിയാണ്. അപ്പൊ ഇതിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ് ഏകദേശം 14.8 ലക്ഷം കോടിയാണ്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന ഡിപ്പോസിറ്റ് മാർക്കറ്റ് ഷെയറിന്റെ ഏകദേശം 5.3%. മാർക്കറ്റ് മെയിൻലി ഏർണിംഗ്സിന്റെ സസ്റ്റൈനബിലിറ്റി ആണ് ചോദ്യം ചെയ്യുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓവർ ഇയർ 2.5% മാത്രമാണ് വളർന്നത്. അതർ ഇൻകം ഫ്ലാറ്റ് ആയിട്ട് നിന്നു. അതേസമയത്ത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 4.4% കൂടി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു. പ്രൊവിഷൻസ് 19% കൂടി. അതിൽ PBT 5.1% ഇടിഞ്ഞു. ഇപ്പൊ 2026 ഫൈനാൻഷ്യലില് നെറ്റ് പ്രോഫിറ്റ് 2.2% മാത്രം വളർന്ന് 20,021 കോടിയായി. ഹെഡ്ലൈൻ പ്രോഫിറ്റ് സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ലോവർ ടാക്സ് എക്സ്പെൻസ് ബോട്ടം ലൈൻ ഇവിടെ സപ്പോർട്ട് ചെയ്തു. ഇനി രണ്ടാമത്തെ ഇഷ്യൂ മാർജിൻ പ്രഷറാണ്. 2025 ഫൈനാൻഷ്യലില് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 3.08% 2026 ഫൈനാൻഷ്യലിൽ 2.89%. അപ്പൊ ഇതിന്റെ കാരണം സിമ്പിൾ ആണ്. ലോവർ ഈൽഡ്സിൽ ലോൺസ് പെട്ടെന്ന് റീപ്രൈസ് ചെയ്തപ്പോൾ ഡിപ്പോസിറ്റ് കോസ്റ്റ് അത്ര വേഗത്തിൽ ഇവിടെ കുറഞ്ഞില്ല. അത് കാരണം കോസ്റ്റ് ടു ഇൻകം റേഷ്യോ 47.9% 49.15% മോശമായി. അപ്പോൾ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ ഓപ്പറേഷൻ പെർഫോമൻസ് കുറച്ച് വീക്ക് ആയിട്ടാണ് കാണുന്നത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2026 ഫൈനാൻഷ്യലിൽ ഇന്ത്യൻ ബാങ്കിന്റെ ROE 1.31%, ROE 19.5%. എന്നാൽ ബാങ്ക് ഓഫ് ബറോഡയുടെ ROE 1.06%, ROE ഏകദേശം 15.4%. അപ്പൊ അവരുടെ GNPA 1.89%, അതിൽ നെറ്റ് NPA 0.45%. അപ്പൊ കഴിഞ്ഞ ഒരു ഡെക്കേഡിൽ ഏറ്റവും നല്ല അസറ്റ് ക്വാളിറ്റി ലെവൽസ് ആണിത്. എന്നാൽ ചില കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അസറ്റ് ക്വാളിറ്റിയിൽ ഇത് ഇനിയും കുറച്ച് വീക്കാണ്. ഇനി നമുക്ക് അവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. ഇപ്പൊ 2027 ഫൈനാൻഷ്യലിൽ മാനേജ്മെന്റ് 12 മുതൽ 14% ലോൺ ഗ്രോത്ത് ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. 10 മുതൽ 12% ഡിപ്പോസിറ്റ് ഗ്രോത്തും 2.75 മുതൽ 2.95% നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, അതുപോലെ 1% മേലെ ROE ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. അപ്പൊ കൺസർവേറ്റീവ് ആയിട്ട് 15% ഗ്രോത്ത് അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ 2027 ഫൈനാൻഷ്യലിൽ EPS ഏകദേശം 43.36 രൂപ വരെ എത്താൻ വേണ്ടി സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഷെയർ പ്രൈസ് ആയ 278 ഫോർവേഡ് പി ഏകദേശം 6.4x ആണ് വരുന്നത്. അതിൽ ബുക്ക് വാല്യൂ 321 നിന്ന് ഏകദേശം 356 വരെ എത്താൻ വേണ്ടിയിട്ട് ഇവിടെ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഫോർവേഡ് PB ഏകദേശം 0.78x ആകും. അതുകൊണ്ട് ബാങ്ക് ഓഫ് ബറോഡയുടെ മാർജിൻ ഇപ്പോഴും പ്രഷറിലാണ്. ഓപ്പറേഷണൽ എഫിഷ്യൻസി കോമ്പറ്റേറ്റേഴ്സിനേക്കാളും കുറവാണ്. കൂടാതെ ഓപ്പറേറ്റിംഗ് മെട്രിക്സിലും കോമ്പറ്റേറ്റേഴ്സ് ബെറ്റർ പെർഫോമൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ വാല്യൂഷൻ വളരെ ഡിസ്കൗണ്ടഡ് ആയതുകൊണ്ട് മാനേജ്മെന്റ് അവരുടെ ഗൈഡൻസ് നൽകിയ സ്റ്റോക്കിന് ഒരു റീ റേറ്റിംഗിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വാച്ച് ലിസ്റ്റ് നമ്മൾ ക്ലോസ് ആയിട്ട് ട്രാക്ക് ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് മെൻഷൻ ചെയ്യാം. പിന്നെ വാല്യൂ ഓപ്പർച്യൂണിറ്റി ലിസ്റ്റിൽ ഡിസേർവിംഗ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും സ്റ്റോക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ അതും കൂടി നിങ്ങൾക്ക് താഴെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിന് കവർ ചെയ്തതാണ്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.